ഈ കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദമാണ്. ആ കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് പോലീസ് കോടതി മുൻപാകെ സമർപ്പിച്ചേക്കുമെന്ന വാർത്തയാണ് മറ്റൊന്ന്, അല്ലെ? വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത് സമീർ സി മുഹമ്മദ് ആണ്. സമീർ, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മുൻപ് അല്പസമയം നീട്ടി ചോദിച്ചിരുന്നല്ലോ, ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിലുമാണ്. കൂടുതൽ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജിൻ. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. ഇടത് സ്ഥാനാർത്ഥിയുള്ള കെ ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വർഗീയ പരാമർശമുള്ള ആ കാഫിർ സ്ക്രീൻഷോട്ട് പരാമർശം. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു. കേസെടുത്തത് MSF പ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് കാസിമിനെതിരെയാണ്. കാസിമിൻ്റെ ഫോൺ 2 തവണ പോലീസ് പരിശോധനയ്ക്ക് അയച്ചു, ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പക്ഷേ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്, അത് ഉണ്ടാക്കിയതോ പ്രചരിപ്പിച്ചതിനകത്ത് കാസിമിന് പങ്കില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ DYFI പ്രവർത്തകനായിട്ടുള്ള റിബേഷ് കുമാറിൻ്റെ ഫോണിൽ നിന്ന് ഇത് ആദ്യമായി ഷെയർ ചെയ്യപ്പെട്ടു എന്ന കാര്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്ക് വേണ്ടിക്കൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാസിം വടകര മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. അതിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കാര്യം പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേസ് ഡയറിയും അതുപോലെ തന്നെ ഇതിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും സമർപ്പിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത്. അതിലാണ് പോലീസ് സാവകാശം തേടിയിരുന്നത്. ആ സാവകാശം ഇന്ന് തീരുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കോടതിയിൽ ഇത് സമർപ്പിക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് മജിസ്ട്രേറ്റ് AM ഷീജ നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു. ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ നാളുകളായിട്ടും ആരാണ് ഇത് പ്രചരിപ്പിച്ചത്? വലിയ രീതിയിലുള്ള വർഗീയ പരാമർശമാണ്. സ്വാഭാവികമായും അത് തന്നെ വളരെ വേഗത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുകയും ആ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട പോലീസിന് പക്ഷേ ഇത്ര നാളായിട്ടും ആരിത് പ്രചരിപ്പിച്ചു, ആരിത് നിർമ്മിച്ചു എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പോലീസ് വടകര മജിസ്ട്രേറ്റ് മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഉച്ചയോടുകൂടി തന്നെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമായി എത്തുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.